കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കേന്ദ്രം തരാൻ സന്നദ്ധമായിട്ടും വേണ്ടെന്ന് വെച്ച 950 ബസ് നേടിയെടുക്കാൻ UDF സർക്കാർ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് പിണറായി സർക്കാർ 10 വർഷം കേരളം ഭരിച്ചിരുന്ന സമയത്ത് പല പ്രാവശ്യം കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു 800 ബസ് ആദ്യഘട്ടമായിട്ട് തരാം, ഈ ബസ് അതായത് ഇലക്ട്രോണിക് ബസ്സുകൾ തരാം, നിങ്ങൾ ഡീസൽ ബസ് കുറയ്ക്കുക എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഗതാഗത മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രഖ്യാപനം അവിടെ നടത്തിയത്. പക്ഷേ അത് ഈ ബസ് വാങ്ങിക്കാനായിട്ട് KB ഗണേഷ് കുമാർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് ഒരു വലിയൊരു മാറ്റമൊക്കെ ഉണ്ടായി. വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് ബസ്സുകളൊക്കെ കൊടുത്തു. അങ്ങനെ നഗരത്തിന്റെ ഒട്ടുമിക്ക, അതായത് തിരുവനന്തപുരം നഗരസഭയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും എല്ലാം തന്നെ ഇലക്ട്രിക് ബസ്സുകളുടെ വലിയ രീതിയിലുള്ള ഒരു നീക്കം അവിടെ ഉണ്ടായി. അങ്ങനെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഇന്നേ വരെ ബസ്സുകൾ എത്താത്ത സ്ഥലത്ത്, അത് സാധാരണ KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ എത്താത്ത ചെറിയ റോഡുകളിൽ വരെ ഈ ഇലക്ട്രിക് ബസ്സുകൾ 10 രൂപ 12 രൂപ സർക്കിളുള്ള ഇലക്ട്രിക് ബസ്സുകൾ വലിയ രീതിയിൽ ഒരു സർക്കുലർ ബസ്സായിട്ട് തന്നെ KSRTCയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയും ഒരു പ്രവർത്തനം തുടങ്ങി. അത് യാത്രക്കാർക്ക് വലിയ രീതിയിലൊരു ലാഭമായി മാറി. എന്നാൽ KB ഗണേഷ് കുമാർ എത്തിയതോടെ ഈ ഇലക്ട്രിക് ബസ്സുകൾ വലിയ രീതിയിൽ നഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ ഇത് തിരുവനന്തപുരം നഗരത്തിലൊന്നും ഓടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ ആളുകൾക്കും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സുകൾക്കുമൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് തന്നെ ഈ ഇലക്ട്രിക് ബസ്സുകളെല്ലാം തന്നെ പിൻവലിക്കുകയും, കൂടാതെ ഇത് മലയോര പ്രദേശങ്ങളിലേക്കും കൂടാതെ ദീർഘദൂര സർവീസുകളിലേക്കും ഈ ഇലക്ട്രിക് ബസ്സുകൾ KB ഗണേഷ് കുമാർ റൂട്ട് തിരിച്ചു വിടുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, അതോടൊപ്പം തന്നെ കളിയിക്കാവിള, അതായത് ഈ തിരുവനന്തപുരം അതിർത്തി വരെ, തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തി വരെ, ഈ പിന്നെ വെഞ്ഞാറമൂട്, അവിടെയൊക്കെ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം KB ഗണേഷ് കുമാർ നടത്തി. കൂടാതെ ടിക്കറ്റ് വർധനവും വലിയ രീതിയിൽ നടത്തി. അത് ജനങ്ങൾക്ക് വലിയൊരു ഇരുട്ടടി ഉണ്ടാക്കി. KB ഗണേഷ് കുമാർ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിക് ബസ് വാങ്ങണ്ട എന്നും അതിൽ കയറി എന്തുകൊണ്ട് കളിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം, ഈ ഇലക്ട്രിക് ബസ്സിന്റെ എല്ലാ നിയമങ്ങളും എല്ലാ വശങ്ങളും എല്ലാ നീക്കുപോക്കുകളും നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തരത്തിലുമുള്ള ലാഭം KB ഗണേഷ് കുമാറിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോ കിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റേത് ഡീസൽ ബസ് ആകുമ്പോൾ കോടികൾ കൊടുത്ത് പൈസ വാങ്ങുമ്പോൾ ഒരു 10-20 ബസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ബസ് സർക്കാരിന് ഫ്രീ. കൂടാതെ KB ഗണേഷ് കുമാറിന് എന്തെങ്കിലുമൊക്കെ ഒരു പണം കിട്ടും. അതിൻ്റെ ഒരു ചെറിയൊരു ഉപകാരമായിട്ടാണ് KB ഗണേഷ് കുമാറിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു കാർ തന്നെ KB ഗണേഷ് കുമാറിന് ഈ വാഹന കമ്പനി തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ബസ് വാങ്ങിച്ചതിൻ്റെ ഒരു ഉപകാരം എന്ന നിലയിൽ KB ഗണേഷ് കുമാറിന് ലഭിച്ചത് അത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ 950 രൂപ കേന്ദ്ര സർക്കാർ തരുന്ന ആ ബസ്, അതായത് 950 ബസ്സുകൾ അത് വേണ്ട എന്ന് വയ്ക്കാൻ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് UDF പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് വില കൊടുത്തും ആ ബസ് വാങ്ങും. അതിനുവേണ്ടിയുള്ള ഒരു പച്ചക്കൊടി VD സതീശൻ കാണിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ മേശപ്പുറത്ത് എത്തിക്കാൻ വേണ്ടി ഗതാഗത മന്ത്രി CP ജോൺ KSRTC MDക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഫയൽ അടിയന്തരമായി എത്തിക്കാനാണ് വകുപ്പ് മന്ത്രി ഇപ്പോൾ KSRTCയോടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികളോടും നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ VD സതീശൻ ഗതാഗത മന്ത്രിയോട് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സ്വകാര്യ കമ്പനികളുടെ ബസ് ഡ്രൈവറുടെ സേവനം സഹിതമാണ് കിട്ടാൻ പോകുന്നത്. കിലോമീറ്ററിന് 54 രൂപയാണ് വാടക. 22 രൂപ കേന്ദ്രം നൽകും, ബാക്കി 32 രൂപ സംസ്ഥാനം നൽകും. കണ്ടക്ടറെയും വയ്ക്കണം എന്ന നിബന്ധനയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ ഇത്രയും സൗജന്യങ്ങളോടെ ഈ ബസ് കിട്ടിയാൽ, അതായത് 1 രൂപ പോലും സംസ്ഥാന സർക്കാരിന് ഈ 950 ബസ്സുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടതില്ല. ഫ്രീ ആയിട്ട് കേന്ദ്രം തരുമ്പോൾ നമ്മൾ എന്തിന് വെറുതെ ഇത് വേണ്ട എന്ന് പറയണമെന്നാണ് VD സതീശന്റെ സർക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അത് സർക്കാരിന് ഒരു നേട്ടമായി മാറുമെന്നതാണ് യാഥാർത്ഥ്യം. PM ബസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്കായി 950 ബസ് നൽകാൻ 2024 കേന്ദ്രം സമ്മതി അറിയിച്ചത്. KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷം പദ്ധതി വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇവിടെ ആവശ്യത്തിന് ബസ് ഉണ്ടെന്നായിരുന്നു KB ഗണേഷ് കുമാറിന്റെ ന്യായീകരണം. പിന്നാലെ ലാഭകരമെന്ന് പറഞ്ഞ് 145 ഡീസൽ ബസ്സുകൾ വാങ്ങി 180 ബസ് കൂടി വാങ്ങാൻ ടെൻഡറും നൽകി. ഡ്രൈവറും ശമ്പളവും ബസ് കമ്പനി നോക്കും. കൂടാതെ ഈ ബസ് ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്ധനവില വർധനവ് പോലുള്ള അധിക ബാധ്യത കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക് വരില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര പദ്ധതി പ്രകാരം ബസ് വാങ്ങുന്നത് പുനഃപരിശോധിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു നിർദ്ദേശം ഗതാഗത വകുപ്പിനോട് നിർദ്ദേശം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നിർദ്ദേശം വേണ്ട എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ വച്ചത്. കർണാടകം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ഈ ബസ്സുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ബസ് ഓടിക്കാൻ നിർദ്ദേശിച്ച പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കൊച്ചി, കോഴിക്കോട്,
ഈ രണ്ട് ജില്ലകളിലുമായിട്ട് 150 വീതം, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ നഗരങ്ങൾക്ക് 100 വീതം, ചേർത്തല, കായംകുളം, കോട്ടയം നഗരങ്ങൾക്ക് 50 വീതം ബസ്സുകളാണ് ലഭിക്കാൻ പോകുന്നത്. ഡീസൽ ബസ് ആണെങ്കിൽ കിലോമീറ്ററിന് 51 രൂപ വെച്ച് ചെലവാകേണ്ടി വരും. ഇനിയിപ്പോൾ ഇലക്ട്രിക് ബസ്സിലാണെങ്കിലോ കിലോമീറ്ററിന് വരും 27 രൂപ മാത്രം മതി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2005 മുതൽ 2009 വരെ 38,000 ഈ ബസ്സുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകും. 12 വർഷത്തെ മെയിൻ്റനൻസ് ഗ്യാരണ്ടിയും കേന്ദ്ര സർക്കാർ തന്നെ ഉറപ്പാക്കും. ഒറ്റ ചാർജിൽ 350 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഡ്രൈവറെ വെച്ച് ശമ്പളം കൊടുക്കുന്നത് ബസ് ചാർജിങ്, അതോടൊപ്പം തന്നെ നികുതി, ഇൻഷുറൻസ് ചെലവ് ഇതെല്ലാം തന്നെ കമ്പനി നോക്കുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സംസ്ഥാനം കണ്ടക്ടറെ വെച്ച് കിലോമീറ്ററിന് 8 രൂപ വേതനം നൽകണമെന്നതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കാര്യം. കേന്ദ്ര പദ്ധതിയോട് മുഖം തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് CPM പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു ബമ്പർ ലോട്ടറി കേരളത്തിന് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ വേണ്ട എന്ന് പറയുന്നത്? കാരണം സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്നു, സൗജന്യമായി തന്നെ ആണ് ബസ്സുകൾ കൊടുക്കുന്നത്, അതിൽ 1 രൂപ പോലും ചെലവാക്കണ്ട. ഇപ്പോൾ കേരള സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നു. ഈ സമയത്ത് വലിയ രീതിയിലൊരു നഷ്ടം ഉണ്ടാകുമെന്ന് KSRTCയുടെ റിപ്പോർട്ട് തന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്തിനു വെറുതെ പുറംകാലുകൊണ്ട് ഇതിനെ അടിച്ചു കളയണമെന്നാണ് ഇപ്പോഴത്തെ കേരള സർക്കാർ, അതായത് UDF സർക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്.